ബാബുക്ക് കരഞ്ഞുകൊണ്ട് എഴുതിയ ഏതെങ്കിലും വരികളുണ്ടോ ബാബുക്ക് ജീവിതത്തിൽ? കരഞ്ഞുകൊണ്ട് എഴുതിയ വരികളുണ്ട് ഞാൻ. അതിപ്പോൾ പിന്നെ എൻ്റെ മകൾക്കൊരു ഓപ്പറേഷൻ ഇവിടുന്ന് ബേബി ഹോസ്പിറ്റലിൽ. ഓപ്പറേഷൻ ചെറുതാണെങ്കിലും മകളാവുമ്പോൾ ഒരു വേദന കൂടുതലല്ലോ. അങ്ങനെ മകളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഞാൻ പുറത്തിങ്ങനെ നിൽക്കുക, ഭാര്യയൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ സ്ട്രെച്ചറിൽ നിന്ന് ഇങ്ങനെ ആളുകളെങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്തവരെ സുഖമില്ലാത്ത ആളുകളെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനൊരു പാട്ട് എഴുതി, നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. ബാബുക്ക് എഴുതിയ പാട്ടാണോ? നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. ഞാൻ ആ പാട്ടിന്റെ വലിയൊരു ആരാധകനാണ്. എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിലും പാട്ട് ഇതാണെങ്കിൽ ഇപ്പൊ ഒന്ന് പറയണം. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, വിട്ടലയ്ക്കുമ്പോൾ ചിന്തയില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ഓർക്കില്ല കരയുമെന്ന്, കരയിപ്പിച്ച് അവസാനം മടങ്ങുമെന്ന്. എൻ്റെ ബാബുക്ക് ശരിക്കും ഒരു കയ്യടി കൊടുക്കണം കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ബാബുക്ക. ഒരുപാട് ചിന്തിച്ചു ഇത് ആരെഴുതിയത്. കാരണം നമ്മൾ കുറെ എഴുത്തുകാർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും പാട്ടുകാർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ആ പാട്ടിന്റെ വരികൾ തരുന്നൊരു ജീവൻ എന്നും ഒരു വലുതാ. അതിപ്പോ പിന്നെ ഇപ്പം 10 കോടിയിട്ട ആളുകൾ കണ്ടു, 10 മില്യൺ ഇട്ട ആളുകൾ കണ്ടു. ആ പയ്യനേതാ? അത് പിന്നെ മലപ്പുറത്തുള്ളൊരു പയ്യനെ, ഇപ്പോൾ വലുതായി പോയ പയ്യൻ. അത് സംഗീതം ചെയ്തത് പിന്നെ അനീഫ മുടിക്കോട് എന്ന് പറഞ്ഞൊരു ആളാ. എൻ്റെ ബാബുക്ക് ഇത് ആദ്യം അത് സത്യം പറഞ്ഞാൽ അന്നേരം ഒരു ബേജാറുണ്ടാവുമല്ലോ. മകളെ ആസ്പത്രി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലാകുമ്പോൾ സിമ്പിൾ ഓപ്പറേഷൻ ആണെങ്കിൽ ബേജാറുണ്ടാവുമല്ലോ. ആ ബേജാറിൽ ഇങ്ങനെ സിഗരറ്റിൻ്റെ പെട്ടിൻ്റെ മുകളിൽ എഴുതിയ പാട്ടാണ്. എൻ്റെ അടുത്ത് കൈ കടലാസൊന്നും ഇല്ല, സിഗരറ്റ് പെട്ടിൻ്റെ ആയിരുന്നു കയ്യിൽ. ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരി ഏതായിരിക്കും ബാബുക്ക? നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നിന്നെ അലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, കരയിപ്പിച്ച് അവസാനം മടങ്ങുമെന്ന്. ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് എഴുതിയത്. 4 വരി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് എഴുതിയത്. ഇപ്പം വേദനയോടുകൂടി എഴുതിയ പാട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വിഷമങ്ങൾ മാറ്റി നമുക്ക് സന്തോഷത്തിലോട്ട് കിടക്കാം. പ്രണയം കൊണ്ട് എഴുതിയ പാട്ടുകളുണ്ടോ? പ്രണയം കൊണ്ട് എഴുതിയാണല്ലോ സൂപ്പർ ഹിറ്റ് ദാസേട്ടൻ പാടിയ കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിനകം വെട്ടി. അതുപോലെ പ്രണയത്തിന് പ്രണയം ഉണ്ടായിരുന്നു ബാബുക്ക. കാരണം ഇപ്പൊ ഇത്ര സുന്ദരനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഫാൻസ് ഇല്ലായിരുന്നോ സ്ത്രീകള്? അതിലും ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. അത് ഞാൻ നല്ല ആളായിട്ടൊന്നും ശ്രദ്ധിക്കാതെ പോയതല്ല കേട്ടോ, ആഗ്രഹങ്ങളില്ലായിട്ടും ശ്രദ്ധിക്കാതെ പോയതല്ല. കല്യാണം ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച തന്നെയാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. അപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ചുരുക്കം പ്രതിഫലം കിട്ടുക. 100 രൂപ കിട്ടിയാൽ ഒരു 50 രൂപ വീട്ടിലെത്തണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ. അന്നേ കുടുംബം നോക്കണമല്ലോ. ഓക്കെ. ഏറ്റവും വലിയ കൂട്ടുകാരൻ പട്ടിണിയായിരുന്നു എന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് ഇതൊന്നുമില്ല. ഞാൻ വലിയൊരു തറവാട്ടിൽ ജനിച്ച ആളാണ്. പൈസയുള്ള ആളായിരുന്നു. പൈസ ഉള്ള തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഒക്കെ ക്ഷയിച്ചു പോയിക്കണം അവസാനത്തൊക്കെ. എൻ്റെ ചെറുപ്പത്തിലൊന്നും നല്ലൊരു ഓർമ്മകളില്ല പറയാൻ. നിറയെ ഭക്ഷണം കഴിച്ച ഓർമ്മ വളരെ കുറവാണ്, മനസ്സിലായില്ലേ? നിറയെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയ ഓർമ്മകൾ എനിക്ക് വളരെ കുറവാണ്. നിറങ്ങളില്ല ജീവിതത്തിൻ്റെ ചെറുപ്രായത്തിൽ. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് തുറന്നു പറയുന്നത്. നമ്മളെ സഹായിച്ചവരൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു പുച്ഛം തോന്നുമല്ലേ ജീവിതത്തിൽ, മനസ്സിലായില്ലേ? ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു എല്ലാവരോടും നമുക്കൊരു അവരായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരില്ല. അങ്ങനെയാണ് തുറന്നു പറയാനുള്ള ഇത് വന്നത്. എനിക്കതിനൊന്നും പറയുന്നതിന് കുറവൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ പ്രേമിക്കാനും മറ്റുള്ളതിലൊക്കെ നടന്നാൽ വീട്ടിൽ പിന്നെ ഒന്നും എത്തൂല. അതെ, നമ്മളെ ആവശ്യങ്ങൾ നടക്കൂല. അതിന് മാത്രമല്ല ഇവിടെ കിട്ടണം. ഇതൊരു ജീവിതോപാധിയാക്കി എടുത്തതല്ല ഞാൻ. പിന്നെ ജീവിതോപാധി ആയപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. എനിക്ക് എൻ്റെ പേരും പ്രശസ്തിയും ഇവിടുന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് എത്തണമെന്നൊരു ചിന്ത വന്നു. സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നു. അത് വരാത്തിടത്തോളം കാലം. പണ്ട് പ്രേം നസീറിൻ്റെ ഒരു പടത്തിലൊരു ഡയലോഗുണ്ട്, സ്വന്തം പ്രൊഫഷനോട് താല്പര്യമില്ലെങ്കിൽ അത് ഇട്ടെറിഞ്ഞ് പോകണമെന്ന്. ആ പ്രൊഫഷൻ നന്നായിട്ട് എടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതിൽ നിൽക്കരുതെന്ന്. അതാണ് അതിൻ്റെ അർത്ഥം.
അപ്പം നമ്മൾ അതിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, വായിക്കണം. പിന്നെ എഴുതണമെങ്കിൽ പുതിയ സാധനങ്ങൾ വന്നിട്ട് പറയുമ്പോൾ നമ്മൾ പുതിയ സംഗതികൾ എഴുതി കൊടുക്കണം. അത് വേണ്ടേ? വേണം. അതുകൊണ്ടാണ് ബാബുക്ക് ഈ 50 വർഷക്കാലം മുന്നോട്ട് എഴുത്തിൻ്റെ യാത്രയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു മാജിക്കിൽ പോകുന്ന സമയത്ത് ഈ 50 വർഷക്കാലം ബാബുക്കെ നിലനിർത്തിയ ഒരു ഘടകം എന്തായിരിക്കും? അത് ഞാനും അത്ഭുതപ്പെടുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ നിലനിർത്തുന്നത് എനിക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകാരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും ഇന്ന് വരുന്നുണ്ട് മുന്നോട്ട്. ഒരുപക്ഷെ ഫെയിമിന് വേണ്ടി ആയിരിക്കാം, പണത്തിന് വേണ്ടി ആയിരിക്കാം. ഈ ഒരു 50 വർഷക്കാലമുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോട് എന്ത് ഈ നിമിഷം പറയാനുള്ളത്? അവരോടൊക്കെ ഞാൻ പാട്ട് പാടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം കൊല്ലം ഷാഫിൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ താജുദ്ദീൻ വടകര പാടിയിട്ടുണ്ട്. എൻ്റെ പാട്ട് പാടാത്തവരില്ലല്ലോ. പിന്നെ എനിക്ക് അവരോട് എനിക്ക് പരാതി. എൻ്റെ ഒരു പാട്ട് പാടിത്തരണമെന്ന് പറഞ്ഞാൽ അവർ പാടിത്തരില്ല എന്ന് പറഞ്ഞാൽ പരാതി വെച്ചാൽ പോരെ. ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പാടിച്ചിട്ടുമുണ്ട്. ഈ പാടാത്തവരാരാന്ന് ഇനി ചോദിച്ചാൽ മതി അല്ലേ? പാടാത്തവരാരാന്ന് ചോദിച്ചാൽ പാടാത്തവരില്ല. പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും കൊണ്ടും പാട്ട് പാടിച്ചിട്ടുണ്ട്. സിനിമയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സിനിമയിലിപ്പം മനോ ശ്രീനിവാസൻ, ഉണ്ണികൃഷ്ണൻ, അവരുടെ കൊണ്ടൊക്കെ എൻ്റെ പാട്ട് പാടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കുട്ടിയില്ലേ, എന്താണ്, റിമി ടോമി പാടിയിട്ടുണ്ട്. എൻ്റെ രാജലക്ഷ്മി പാടിയിട്ടുണ്ട്. സിത്താര, അത് പിന്നെ ഇതാണ് നമ്മുടെ ചിത്ര, സുജാത, മിൻമിനി. അന്ന് മിനിയാണ്. മിനിമിനി പിന്നെ ആയതാണ്. മിനി ഇതാവുന്ന കാലത്ത് മിനിനെ കൊണ്ട് പാടി. പിന്നെ മിനിമിനി ആയപ്പോൾ പഠിച്ചിട്ടുണ്ട്. സുജാതയാണോ ചിത്ര ചേച്ചിയാണോ ഇഷ്ടം? അത് രണ്ടുപേരും നല്ലോണം ഇഷ്ടപ്പെടേണ്ട ആളുകളാണ്. അത് ഒരു ക്ലാസ്സിൽ വെച്ച് തൂക്കിയാൽ രണ്ടുപേരെ നോക്കണ്ട. ഒരേ കനമായിരിക്കും.